സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇനി വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താം. ഇപ്പോൾ ഗോപിക സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് CNDRFിലേക്ക് പണം നൽകിയ ആൾക്കാർക്ക് സന്ദേശം അയക്കണം, നന്ദി സന്ദേശം അയക്കണം എന്ന ആവശ്യം കൂടി അംഗീകരിച്ചിട്ടുണ്ട്. അത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് വളരെ കുറച്ച്, ഒരു 5-6 ലക്ഷം പേര് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ CNDRFിലേക്ക് ഈ വയനാട് ദുരന്തത്തിന്റെ സമയത്തും അതിന് മുന്നോടിയായിട്ടുള്ള പ്രതിസന്ധികളുടെ സമയത്തുമെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഔദ്യോഗിക സ്വഭാവത്തിൽ സംസ്ഥാന സർക്കാരിന് അയക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന് ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് കടന്ന് സർക്കാരിനെ തുറന്നു വിട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അയച്ചോളൂ എന്ന സന്ദേശം കൂടി സംസ്ഥാന സർക്കാർ ഇതുവഴി സംസ്ഥാന സർക്കാരിന് കോടതി നൽകുന്നുണ്ട്. ഗോപിക, കെ-സ്മാർട്ടിലെ വിവരങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളാണ്. ആ വിവരങ്ങളെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, ഇതെടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് സ്പാർക്കിലെ വിവരങ്ങൾ മാത്രമല്ല, കെ-സ്മാർട്ടിലെ വിവരങ്ങൾ, പൊതുജനങ്ങളുടെ വിവരങ്ങളും എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലടക്കം സർക്കാരിനെ തുറന്നു കൊടുക്കുകയാണോ കോടതി ചെയ്തിട്ടുള്ളത്? അതെ, തീർച്ചയായും ഈ സ്പാർക്കിലെ ഡാറ്റ ഇതിനെല്ലാം സർക്കാരിന്റെ കീഴിൽ ഏത് സേവനങ്ങൾക്കായാലും നമ്മൾ അപേക്ഷിക്കുന്ന ഡാറ്റ എല്ലാം IT മിഷന് കീഴിലാണ് എന്നുള്ളതായിരുന്നു സർക്കാർ